എന്താ പറഞ്ഞേ? ആ ആ ഓ അത് ശരി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രികയാണ് ഔപചാരികമായിട്ട് നമ്മളിപ്പോ പ്രകാശനം ചെയ്യുന്നത്. സഖാവ് കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും ഇവിടെ സന്നിഹിതരാണ്. ഇപ്പോ സംസ്ഥാനത്ത് എല്ലായിടത്തും LDF അതിന്റെ പ്രചരണം നല്ല നിലയിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനവുമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തായി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സഹായകരമാകും. ഈ ജനക്ഷേമകരമായ പരിപാടികൾക്കൊപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നല്ല അംഗീകാരം കിട്ടിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർഭരണം ലഭിക്കുമെന്നും യാതൊരു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ വർഗീയ കൂട്ടുകെട്ടോ കേരളീയ സമൂഹം അംഗീകരിക്കില്ലെന്നും ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു ഇടതുപക്ഷ തുടർഭരണം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയോളം വളരാൻ കഴിയുന്ന ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ മുന്നണി തയ്യാറാക്കിയിട്ടുള്ളത്. നാനാ മേഖലകളിൽ കേരളം 1ാം സ്ഥാനത്താണ്. ആരോഗ്യ രംഗത്ത് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റ് പരിശോധനകൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം 1ാമതായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണവും നവീകരണവും ഗുണപരമായ വളർച്ചയും ഇവയിലെല്ലാം കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ്. അഴിമതിരഹിതമായ ഒരു ഭരണം നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ക്ഷേമ പെൻഷനുകൾ ഏതാണ്ട് 6 ദശലക്ഷത്തോളം പേർക്ക് നൽകാനായി. അത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. 600 രൂപയിൽ നിന്ന് 1600 രൂപയായിട്ടാണ് ഈ ഗവൺമെന്റ് അത് വർദ്ധിപ്പിച്ചത്. പശ്ചാത്തല മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകി കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഉതകുന്ന അടിസ്ഥാന നിക്ഷേപങ്ങൾ നടത്താൻ നമുക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു. വിജ്ഞാന സമ്പദ്ഘടന എന്ന സമീപനവും മുന്നോട്ട് വയ്ക്കാനായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ബദൽ നയം ഉയർത്തിപ്പിടിച്ചാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. അതിന്റെ വളർച്ചയും തുടർച്ചയും ഉറപ്പാക്കാനാണ് ഈ പ്രകടന പത്രികയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഭാഗമായിട്ടാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് 50 ഇന പരിപാടികളാണ് പ്രഖ്യാപിക്കുന്നത്. ആ 50 ഇന പരിപാടികളെ അടിസ്ഥാനമാക്കി അത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന 900 നിർദ്ദേശങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിലെ യുവ തലമുറക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടാണ്. 40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. കാർഷിക മേഖലയിൽ വരുമാനം 50% ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിലുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ കേരളീയമായ അവസ്ഥ ലോകോത്തരമാക്കുക എന്ന കാഴ്ചപ്പാടും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി വർദ്ധിപ്പിക്കും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനും സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമീപനവും ഈ പ്രകടന പത്രികയിലുണ്ട്. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഈ നിലയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട്. സൂക്ഷ്മ, ഇടത്തരം, ചെറുകിട വ്യവസായ മേഖലയിൽ സംരംഭങ്ങളുടെ എണ്ണം 14 ലക്ഷത്തിൽ നിന്നും 1.4 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷമാക്കി ഉയർത്തും. പീഡിത വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാൻ പ്രത്യേക സ്കീമുകൾ തയ്യാറാക്കും. 60,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ പ്രവൃത്തികൾ പുതിയ ഗവൺമെന്റ് നടപ്പിലാക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായി 45 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വികസന സഹായ വായ്പ നൽകും. പ്രവാസി പുനരധിവാസത്തിന് മുന്തിയ പരിഗണനയാണ് പ്രകടന പത്രിക നൽകുന്നത്. പാൽ, മുട്ട, പച്ചക്കറി എന്നിവയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പദ്ധതികളും ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. റബ്ബറിന്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം പ്രകടന പത്രികയിലുണ്ട്.
തീരദേശ വികസനത്തിന് 500 കോടി രൂപയുടെ പാക്കേജും ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. വിപുലമായ വയോജന സങ്കേതങ്ങൾ നിർമ്മിക്കും. അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യും. അടുത്ത വർഷം 1.5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കും. ഭാഷയെയും കലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക പരിഗണന നൽകും. 2040 വരെ വൈദ്യുതി ക്ഷാമം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന 10,000 കോടി രൂപയുടെ ട്രാൻസ്കിൽഡ് പദ്ധതി പൂർത്തീകരിക്കും. പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തും. കേരള ബാങ്ക് വിപുലീകരിച്ച് NRI ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന ബാങ്കാക്കി മാറ്റും. സോഷ്യൽ പോലീസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും. ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പിലാക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂളുകൾ രൂപം നൽകി നിയമനങ്ങൾ PSCക്ക് വിടുകയും ചെയ്യും. കാർഷിക കടാശ്വാസ കമ്മീഷൻ, മത്സ്യമേഖലാ കടാശ്വാസ കമ്മീഷൻ, വിദ്യാഭ്യാസ വായ്പാ സമാശ്വാസ പ്രവർത്തനം എന്നിവ ആരംഭിക്കും. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. പ്രോഗ്രസ് റിപ്പോർട്ട് വർഷം തോറും പ്രസിദ്ധീകരിക്കും. ബദൽ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കും. അത് ഇന്ത്യക്ക് മാതൃകയാവും. മത നിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. ഈ തീരദേശ വികസനത്തിന് 5,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. കടലാക്രമണമുള്ള മുഴുവൻ തീരങ്ങളും പുലിമുട്ടുകളോ മറ്റ് തീര സംരക്ഷണ പ്രവൃത്തികളോ ഉറപ്പുവരും. വിവിധങ്ങളായ പരിപാടികളായിട്ടാണ് ഇത് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ആമുഖവും പിന്നീട് രണ്ടാം ഭാഗത്ത് വ്യത്യസ്തങ്ങളായ 50 പൊതുനിർദ്ദേശങ്ങളുമാണ് ഇതിലുള്ളത്. ആ ഓരോ നിർദ്ദേശത്തിന്റെയും അവസാനം QR കോഡ് ഉണ്ട്. സാധനം കിട്ടിയില്ല. അപ്പോ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകരമായ തരത്തിൽ ഓരോ നിർദ്ദേശങ്ങളും അതിന്റെ അവസാനത്തില് QR കോഡുമാണ്. അപ്പോ നിങ്ങൾക്കത് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമാണ്. ആ നിലയിലാണ് നമ്മൾ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. 900 നിർദ്ദേശങ്ങളാണ് ഇതിന് ഉള്ളത്. അതെ അതെ, ഘട്ടം ഘട്ടം. ഈ ശബരിമല സംബന്ധിച്ച് ഉള്ള ഭാഗം ഇടയ്ക്കിടയ്ക്ക് വിശദീകരിക്കുക എന്നതിൽ നിങ്ങൾക്കെല്ലാം പ്രത്യേക താല്പര്യമുണ്ട് എന്ന കാര്യം അറിവുള്ളതാണ്. ഞങ്ങൾ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കി. അതുകൊണ്ട് നേരത്തെ വ്യക്തമാക്കിയത് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ടെങ്കിലും എപ്പോഴും വ്യക്തമാക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കില്ല എന്നെനിക്കറിയാം. ചർച്ചയാണ്.
അത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കുന്നത്. അവരെന്തും രാവിലെ ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കും. അല്ല, ഇന്നലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ ഇതെല്ലാം സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മതനിരപേക്ഷ മുന്നണിയാണ്. ഒരു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പെർസ്പെക്റ്റീവ് പ്രകടനപ്പെടുകയില്ല. അപ്പൊ പിന്നെ വേറെ ഒന്ന് മാത്രം ഉണ്ടാകണം എന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ കിട്ടും. അല്ല, 600 രൂപ 18 മാസം കൊടുക്കാത്ത നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിന്റെ ശരിയായി വായിച്ചാൽ 18 മാസം ഈ പ്രായമായ വയോജനങ്ങളെ പട്ടിണിക്കിട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ പൈതൃകം. ആ 18 മാസത്തെ പണം നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മളത് 600 നിന്ന് 1600 വർദ്ധിപ്പിച്ചു. 1 രൂപയും കുടിശ്ശിക കൊടുക്കാനില്ല. യഥാസമയം അത് വീട്ടിലെത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേവലം ഈ ആനുകൂല്യം മാത്രമല്ല നൽകുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ സൗജന്യ കിറ്റായിട്ട് ഭക്ഷ്യ കിറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ അരി സൗജന്യമായും സബ്സിഡൈസ്ഡ് ആയിട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട് സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ അധിക സൗജന്യങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട്. നെൽകൃഷി നടത്തുന്ന ആളുകൾക്ക് 10,000-കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് വേറെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്ക് നൽകുന്ന അധിക സബ്സിഡികൾ, ധാരാളം അധികം ആനുകൂല്യങ്ങൾ ഇതിന് പുറമെ നൽകുന്നതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പൊതു നിലപാട്. QR കോഡ് അല്ല, നമ്മളെ അതിന്റെ വിശദാംശങ്ങൾ ഗവൺമെന്റാണ് തയ്യാറാക്കുക. അതൊരു സ്കീം എന്നുള്ള നിലയിൽ നമ്മൾ നടപ്പില്ല. അതിന്റെ വിശദാംശങ്ങൾ ഗവൺമെന്റ് തയ്യാറാക്കുന്നു. നമ്മളൊരു ആശയം എന്നുള്ള നിലയിലാണ് പ്രകടന പത്രിക ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ പ്രായോഗികമായ കാര്യങ്ങള്, വിശദാംശങ്ങള് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അവരാണ് അത് തയ്യാറാക്കുന്നത്. നമ്മളൊരു ആശയം എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് വെക്കുന്നത്. നിശ്ചിത പ്രായം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം. തീർച്ചയായിട്ടും പ്രായോഗികമാകാത്ത ഒന്നും ഇവിടെ പറയില്ല. അതിനേക്കാൾ അധികം കൊടുത്തു. പ്രകടന പത്രികയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ. മുഖ്യമന്ത്രി 50,000 തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ 6 മാസം പ്രഖ്യാപിച്ചു. 1 ലക്ഷം കൊടുത്തില്ല. എല്ലാവരും 40 ലക്ഷം ആൾക്ക് സർക്കാർ സർവീസിന് 40 ലക്ഷം പേരെ സർക്കാർ സർവീസിന് എടുക്കുമെന്നല്ലല്ലോ പറയുന്നത്. 40 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് വ്യത്യസ്തങ്ങളായ മേഖലകളിലാണ് കേരളത്തിൽ. അല്ല, അത് കസ്റ്റംസും ഇഡിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്പീക്കറെയും അപമാനിക്കാനും സർക്കാരിന്റെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ഉള്ള 8 മാസത്തോളമായി ജയിലിൽ കഴിയുന്ന പ്രധാന പ്രതി സ്വപ്ന സുരേഷിനെ പീഡിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും മൊഴിയെടുപ്പിച്ചതാണെന്ന് ഇതിനകം പുറത്തു വന്ന തെളിവുകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു വനിതയെ
8 മാസത്തോളമായി അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലും ഇപ്പൊ ജയിലിലുമാണ്. അവരെ പീഡിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും സമ്മർദ്ദം ചെലുത്തിയും ഒക്കെ പുറത്തു വന്ന ചില കാര്യങ്ങളെയാണ് ഇവര് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നിയമോപദേശം തേടുകയുണ്ടായി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എതിർത്തിട്ടുള്ളത്. ഈ കേസെടുത്തത് തികച്ചും നിയമാനുസൃതമാണ്. അന്വേഷണ ഏജൻസികൾക്ക് വിരട്ടാൻ കഴിയുന്ന സർക്കാരോ മുന്നണിയോ അല്ല കേരളം ഭരിക്കുന്നു. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ബി.ജെ.പി നേതൃത്വം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും UDF പിന്തുണ നൽകുന്നുണ്ട് എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലം എല്ലാം വെച്ചുകൊണ്ടാണ് ഈ നടപടി ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതെ, മുഖ്യമന്ത്രി ഈ പ്രകടന പത്രിക വിപുലമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാനാ മേഖലകളിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയത്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി 14 ജില്ലകളിലും പര്യടനം നടത്തിയിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തേണ്ടായി. കേരളത്തിന്റെ ഭാവി പുരോഗതിയിൽ താല്പര്യമുള്ള ഉത്പതിഷ്ണുക്കളുമായി മുഖ്യമന്ത്രി സംസാരിക്കേണ്ടായി. സാങ്കേതിക അനുഭവമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ അവർ നൽകിയ നിർദ്ദേശങ്ങൾ സാധാരണ മലയാളി ധാരാളം നിർദ്ദേശങ്ങൾ ഈ പ്രകടന പത്രികയ്ക്കായി നൽകി. കാരണം പ്രകടന പത്രിക നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് എന്ന ഒരു വിശ്വാസം കേരളത്തെ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇപ്പോഴുള്ള ഒരവസ്ഥ, എല്ലാ ആളുകളും ഈ പ്രകടന പത്രികയെ ഗൗരവപൂർവ്വം കാണുകയാണ്. ഇതിനു മുമ്പ് കടലാസിന്റെ മൂല്യമേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിന് ജീവിതത്തിന്റെ മൂല്യമുണ്ട്. അതുകൊണ്ട് മലയാളി വളരെ ഗൗരവപൂർവമാണ് ഈ പ്രകടന പത്രികയുടെ രൂപീകരണത്തെ, ആ പ്രകടന പത്രികയുടെ ഉള്ളടക്കത്തെ, അത് നമ്മുടെ കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കാണുന്നു. അപ്പോൾ ആ നിലയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. ഒരു ലക്ഷം മുതൽ അത് ഈ പ്രകടന പത്രികയുടെ ഒരു വിപുലമായ കാഴ്ചപ്പാട് മൈക്രോ പ്ലാനിങ് ആണ്. മൈക്രോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മള് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ മിനിമം ജീവിത വിഭവങ്ങൾ ലഭ്യമാവാൻ പ്രാപ്തമാക്കുകയും മാർജിനലൈസ്ഡ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന ആ അവസ്ഥയിൽ നിന്ന് മിനിമം ജീവിത സൗകര്യങ്ങളിലേക്ക് അവരെ മാറ്റുക, അതിനവരെ പ്രത്യേകം കണ്ടെത്തുക, അവരെ പ്രത്യേകം കണ്ടെത്തി അവരെ ഇതിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുക.
അതിനു വേണ്ടിയുള്ള സഹായം ഗവൺമെന്റ് നൽകുക. ആ നിലയിലാണത് രൂപകൽപ്പന ചെയ്യുന്നത്. അല്ല, അതിപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഗവൺമെന്റ് ആവശ്യകതക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ചെയ്യും. കേരളത്തിൽ ഇടതുപക്ഷം എല്ലായ്പ്പോഴും മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഞങ്ങൾക്കാർക്കുമില്ല എന്നതാണ് പൊതു സമീപനം. ഉണ്ട്. കാരണം ഈ സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും മുൻഗണന നൽകുന്നത് മൂലധന നിക്ഷേപത്തിന്. ഒരു ഗവൺമെന്റ് മൂലധന നിക്ഷേപത്തിന് മുൻഗണന നൽകുമ്പോൾ അനേക വർഷത്തേക്കുള്ള അടിസ്ഥാന സൗകര്യമാണ് രൂപപ്പെടുത്തുന്നത്. അത് കൂടുതൽ മൂലധനത്തെ ആകർഷിക്കുകയും ചെയ്യും. അടിസ്ഥാന സൗകര്യ വിപുലീകരണമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യം. മികച്ച ഹൈവേ, വേഗതയേറിയ യാത്രാ സംവിധാനങ്ങൾ, റെയിൽ പാതകൾ. ആ നിലയിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം മൂലധനത്തെ ആകർഷിക്കത്തക്ക രൂപത്തിൽ വിപുലപ്പെടുത്തുക. ആ പൊതു സമീപനമാണ് ഈ നമ്മളുടെ പ്രകടന പത്രികയ്ക്കുള്ളത്. അതെ, 4 ലക്ഷം അപേക്ഷകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോ ആ 4 ലക്ഷത്തിൽ 1.5 ലക്ഷം പേർക്ക് ആദ്യത്തെ വർഷം, ഒരു വർഷം കൊടുക്കും. ലൈഫ് പദ്ധതി ഇന്നത്തേനേക്കാൾ മെച്ചപ്പെടുത്തി തുടരാം. അതൊക്കെ നമ്മൾ സുധാകരൻ പറയുന്ന ഒരു കാര്യമായിട്ട് അങ്ങ് എടുത്താൽ മതി. ഒരു കൂടിയ മൂല്യം കൊടുക്കണം. അപ്പൊ കൃത്യമായല്ലോ. അതൊക്കെ നാട്യപ്രധാനമായ കാര്യങ്ങളാണ്. അതിനൊന്നും ഇതിൽ ഉദ്ധരിക്കുമ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അത് പ്രൈവറ്റ് പബ്ലിക് മറ്റത് സ്വകാര്യ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിനാണ് ട്രസ്റ്റ് ബസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒരു നാഷണൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കുന്നില്ല. അത് പ്രാദേശികമായി കൈകാര്യം ചെയ്യും. വിതരണം ചെയ്യും. QR കോഡിലുണ്ട്. അതുപോലെ എല്ലാം വിശദമാക്കിയിട്ടുണ്ട്. ഓരോന്നിന്റെയും വിശദാംശങ്ങളാണ്. പിന്നെ നമ്മളത് ആവർത്തിക്കാൻ പോയാൽ ഈ പറയുന്ന ഓരോ മേഖലയിലും 10ഉം 20ഉം 25ഉം വിശദാംശങ്ങളാണ്. അങ്ങനെയുള്ള പോകും. അല്ലെങ്കിൽ വലിയ കെട്ടായി മാറും. അവസാനിപ്പിക്കില്ലേ?